ഈസിയായ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം. ലോകത്തെവിടെയും അവസരങ്ങൾ നേടൂ. ഫിൻപ്രോ നൽകുന്ന ഈസി ടു ലേൺ അക്കൗണ്ടിംഗ് കോഴ്സുകളോടൊപ്പം. മധുരില്ലാത്ത പായസം പോലെ കുന്തി ദേവി. കുന്തി ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കുന്തി ദേവി. കുന്തി ദേവി നല്ല പരിപാടിയാട്ടോ. ഞാനുമ്പോഴുള്ള കളിയായിരുന്നു. സർക്കസിൽ പോലും ഇങ്ങനെ ഒരു പോക്ക് പോയിട്ടില്ലേ? കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ. എന്റെ വീട്ടിൽ വരുമോ? ആഗ്രഹങ്ങൾ. എനിക്കത് അടങ്ങാനാവാത്ത പ്രണയമായി മാറി. നീണ്ട കാത്തിരിപ്പിന് ഞാൻ തയ്യാറാണ് കാലമേ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിഷ്ടമാണ് ഒരുപാട്. പറഞ്ഞില്ല, അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കാം. നമ്മളൊരു ഗെയിം റൗണ്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താണ് ദിലീപന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. പോവാം. ഓ, ഇത്രയും പെട്ടെന്ന് നിറഞ്ഞ കവിയും ഞാൻ വിചാരിച്ചില്ല. ഇതാണ് നമ്മുടെ ഇത്. ദിലീപേട്ട, ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് കത്താണ്. അപ്പൊ അതിന്റെ ആളിവിടെ ഇരിപ്പുണ്ട്. ഉണ്ടാക്കിയ ആള്, അതായത് എന്താ അറിയോ, ഇത് ഉണ്ടാക്കിയ ആള് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മുഖം വരെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണോ താങ്കളുടെ മുഖം അവിടെ വന്നത്? പൈസ ലാഭിക്കാനായിട്ടാണോ തോന്നിയത്? പക്ഷെ അങ്ങനെയല്ലല്ലോ നേരത്തെ വന്നപ്പോ എന്നോട് പറഞ്ഞു നേരത്തെ നീ ഞാൻ തുടർന്നും അഭിനയിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആളുകളോട് പെരുമാറാവുള്ളൂ, അവര് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒന്നും പറയരുതെന്ന്. അതുകൊണ്ടാണ് നന്നായി. ഭയങ്കര കൺഫ്യൂഷൻ ഈ സിനിമയുടെ അവസാനം വരെ ഈ പിള്ളേരെ എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന അത്രയും നേരവും ഈ കുട്ടിയാണോ കൺഫ്യൂഷൻ തീർക്കണമേ, ആ കുട്ടിയാണോ മറ്റേ കുട്ടിയാണോ ഈ കുട്ടിയാണോ, ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ലാസ്റ്റത്തെ ആ നിമിഷം വരെയും ആ കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് സാധിച്ചു. വിചാരിച്ചായിരുന്നോ ഇത് ഇങ്ങനെ അവസാനം വരെ ക്ലിസ് ചെയ്യാതെ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു? അല്ല, അതായിരുന്നല്ലോ നമ്മുടെ ആ സിനിമയുടെ കൺസ്ട്രക്ഷനിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ആദ്യം ഇത്രയും ക്യാരക്ടേഴ്സ് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോസ്റ്റ്യൂമിന്റെ ക്യാരക്ടർക്ക് ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ എഴുത്തിന്റെ ഒരു ഘട്ടത്തിലാണ് വന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ പോസ്റ്റ്യൂമിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഓരോരുത്തരെയും നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് അത് ഒന്ന് നമ്മുടെ മേക്കിംഗ് നോട്ടിലുണ്ട്, ചിലത് സ്ക്രീൻ പ്ലേയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു ക്ലൂ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അടുത്തൊരാളെ കാണിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. കൂടുതൽ സംസാരിക്കണ്ട, കാരണം സിനിമ കാണാത്ത ആൾക്കാരിൽ സസ്പെൻസ് പറയില്ല, ആരാ നമ്മൾ പറയണ വിഷയമില്ല. നമ്മൾ ഓരോ മിനിറ്റിലും സസ്പെൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി ഉറപ്പിച്ചു കഴിയുമ്പോഴാണ് ആ കുട്ടി അല്ലേ എന്നാൽ മറ്റേ കുട്ടിയെ നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ലാത്ത പോലെ എത്തിച്ചു. ഇനിയിപ്പോ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്ലൈമാക്സ് അറിയാമായിരുന്നു, ആരാണ് എന്താണെന്നൊക്കെ അറിയായിരുന്നു ആദ്യം തന്നെ? അത് ചോദിച്ചിപ്പോ ഒരു പെടും കേട്ടാ. അല്ല, ആരാ നമ്മൾ പറയുന്നില്ല. അവസാനത്തിലൊരു ഇതുണ്ടല്ലോ, അറിയില്ല, അവർക്കറിയില്ല. അതാണ് പറ്റിച്ചിട്ടല്ലേ കൊണ്ടുവന്നേ എല്ലാരോടും. നിങ്ങളാണ് ഇതിലെ പൂർണ്ണമായ നായിക, മെയിൻ ക്യാരക്ടർ. അതെ, അത് അങ്ങനെയല്ല പറഞ്ഞത്. ഇവർക്ക് നിങ്ങൾ വരുന്നത് ഒരു സീനിലാണെങ്കിലും ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും, നിങ്ങളെ മനസ്സിൽ വെക്കും. കാരണം ഇത് അവസാനമാകുമ്പോൾ അത് അങ്ങനെ വർക്കാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിച്ച ഒരാളായിരുന്നു ജൂഹി. ജൂഹി എന്നോട് ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ ഉണ്ടാവുമോ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജൂഹിയുടെ ക്യാരക്ടർ എന്താന്ന് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തു കേട്ടോ. സിനിമ തിയേറ്ററിൽ എത്തിയതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്തു ഇപ്പോഴാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ കത്തുകളാണ്. കുറെ കാലമായിട്ട് നമ്മൾ കാണാതിരുന്ന കത്തുകൾ കണ്ടൊരു സിനിമയാണ്. കത്തുകളിലേക്കാണ് ദിലീപേട്ട ഇനി നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടെയുള്ളവർക്ക് കുത്തുകളിലേക്കാണ് ഓരോ സാധനം എടുത്തിടുമ്പോൾ ഇത് ഏത് വഴിക്കാ വന്നേന്ന് പറയാൻ പറ്റൂല. നിഷ്കളങ്കമായി ഞാൻ എന്റെ എല്ലാ ഇന്റർവ്യൂലും പറയും, എന്റെ ഈ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് അങ്ങനെ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു വിശ്വാസമില്ല ബാക്കിയുള്ളവർക്ക്. അപ്പൊ ഇവര് കത്തെഴുതാൻ പോവാണ്. പവിക്ക് ആണ് ഒരു ലവ് ലെറ്റർ എഴുതുന്നത്. അത് അവര് വായിക്കും. പണി പാളുവോ? മതി, ഇനി ഇത്ര സമയമുള്ളൂ. എസ് ഒരു പേജ് എഴുതാനുള്ള സമയമൊക്കെ തന്നു. ഇനി ഓരോരുത്തരായിട്ട് വായിക്കുന്നു. വായിച്ചു തുടങ്ങുന്നത് ഇവിടെ നിന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എന്തെങ്കിലുമൊക്കെ പാട്ടിടുന്നുണ്ടെങ്കിൽ പറയണേ, ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ വേണം, അത് വേണം. നമുക്ക് വായിച്ചോളൂ. എഴുതി കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന പോലെ ചെയ്യല്ലേ, കള്ളത്തരം കാണിക്കില്ലേ? വായിക്കൂ. ഒരുപാടുണ്ടല്ലോ. വേണ്ട, എല്ലാം ഇവിടെ നിന്നല്ലേ തുടങ്ങിയേ? അവിടെ എനിക്ക് മെസ്സേജ് തന്നാ പോരായിരുന്നോ? വായിക്കേ.
അത് കുഴപ്പമില്ല, എഴുതുന്നതിൽ സത്യം ഉണ്ടായാൽ മതി. എഴുതിക്കോ അല്ല വായിച്ചോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിലീപേട്ടനോട് ഒരിക്കൽ പോലും നേരിൽ കാണാൻ സാധിക്കുമോ എന്നറിയില്ല. ചെറുപ്പം മുതൽക്കേ ദിലീപേട്ടനോടും ചേട്ടൻ്റെ സിനിമയോടും എനിക്ക് ആരാധനയായിരുന്നു. പിന്നീട് എനിക്കത് അടങ്ങാനാവാത്ത പ്രണയമായി മാറി. ചേട്ടൻ്റെ ഓരോ സിനിമയും ഞാൻ എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു തരാൻ കഴിയാത്ത പ്രണയം. നീണ്ട കാത്തിരിപ്പിന് ഞാൻ തയ്യാറാണ് കാലമേ. ഇനി അംഗത്തിനൊരു ഭാഗ്യം കൂടി. കാവ്യ വീട്ടില് കൊച്ചിന് അവധിയായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ നാട്ടില് ചോദിച്ചു. അടുത്തത് മോളെ സ്ഥലത്തേക്ക് ഇതൊന്നും കാണിക്കില്ല. മീശ പിരിക്കുന്ന മാധവനായി വന്ന് എൻ്റെ മനസ്സ് കീഴടക്കിയ സ്വന്തം ദിലീപേട്ടനോട് ഒരുപാട് വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആരാധനയും സ്നേഹവും തുറന്നു പറയാൻ എനിക്ക് ഇന്നാണ് ദൈവം ഒരു അവസരം തന്നത്. സിനിമയിൽ കണ്ട നാൾ തൊട്ട് പ്രേമിക്കാൻ തുടങ്ങിയ ഈ മുഖം കാണാൻ എനിക്ക് 23 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും എൻ്റെ പല ദിവസങ്ങളും ഏട്ടൻ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളും നിമിഷങ്ങളുമാക്കി തീർത്തിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഒരുപാട് രസകരമാക്കിയത് കൊണ്ടും എൻ്റെ യൗവനത്തിൽ സ്നേഹത്തിൻ്റെ പനിമഴ പെയ്യിച്ചത് കൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മനോഹരമായ നിമിഷം സമ്മാനിച്ചത് കൊണ്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിഷ്ടമാണ് ഒരുപാട്. Now I am going to ask for a date and I will propose and let's close the deal. എന്ന് സ്വന്തം ജീവയായി വന്ന റോസ്മിൻ. എല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്റെ ഒരു അവസ്ഥ ആലോചിക്കണേ. ഇതൊക്കെ എനിക്ക് അല്ലാണ്ട് ഞാൻ വായിക്കണ്ടല്ലേ, ഇത് എല്ലാവരും അറിഞ്ഞില്ലേ? പക്ഷെ അതൊരു വലിയ ഭാഗ്യല്ലേ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റുക എന്നുള്ളത്. നല്ല ഭാഗ്യമാണ്. ഡിയറസ്റ്റ് ദിലീപേട്ട, ഇതെങ്ങനെ പറയണമെന്ന് ഒരുപാട് കാലമായി ആലോചിക്കുന്നു. വിളിച്ചു പറയാനാണ് ആദ്യം തോന്നിയത്. അപ്പോൾ മനസ്സിൽ വന്നത്, ഹലോ, ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. എന്താ പിന്നെ രാമൻകുട്ടി വിളിച്ചത് എന്ന് തിരിച്ചു ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ സ്റ്റക്കായി പോകും. അതുകൊണ്ടാണ് കത്ത് എഴുതി അറിയിക്കാമെന്ന് വിചാരിച്ചത്. ഇഷ്ടമാണ് ഒരുപാട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പെൺകുട്ടികളുമായുള്ള ഈ രാരവേണു നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ രാമൻകുട്ടി ആരാണെന്ന് കാണിച്ചു തരാം. ചുമ്മാ അടിസക്കെ ലവ് യു വിത്ത് ലവ്. നിങ്ങൾ പോയിങ്ങനെ ഭീഷണി കത്ത കുറച്ച് പൊസസീവാണ് കുട്ടി. അടുത്ത ആള് തുടങ്ങിയപ്പോ തുടങ്ങിയ ചിരിയായി. എനിക്ക് നല്ല സംശയമുണ്ട് അതിലെന്നാന്ന്. പറ കേക്കട്ടെ. എത്രയും പ്രിയപ്പെട്ട പവിയേട്ടന്, എനിക്ക് കൈതച്ചക്ക ഒരുപാട് ഇഷ്ടമാണ്. പുറമേ കുറേ മുള്ളുകളും ഉള്ളിൽ കുറേ മധുരവുമുള്ള കൈതച്ചക്ക, പിന്നെ അതുപോലെയുള്ള മനുഷ്യരെയും, പ്രത്യേകിച്ച് ഈ പവിയെ. പുറമേ കർക്കശക്കാരനാണേലും ഉള്ളിൽ നിറയെ മധുരമുള്ള സ്നേഹമുള്ള പവിയെ. ലോകം മുഴുവൻ ഈ പവിയോട് വഴക്കിടുമ്പോഴും ആരാധനയാണ് തോന്നുന്നത്. അത്രയേറെ ഒറ്റപ്പെടലും നിരാശയും അങ്കലാപ്പും ഉള്ളിലടക്കി വെക്കുമ്പോഴും ഹൃദയം നിറയെ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന പവിയെ ആർക്ക് വെറുക്കാനാവും? നമ്മളിൽ പലരും ഇതേപോലെയാണല്ലേ. മറ്റുള്ളവർക്കൊരു പ്രചോദനമായി ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരിക്കൂ. എന്നെങ്കിലും മനസ്സിൽ കയ്പ് തോന്നുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത മധുരമുള്ള കൈതച്ചക്ക ജ്യൂസ് കൊണ്ടുതരാൻ ഞാൻ ഉണ്ടാവും. എന്നെന്നും സ്നേഹത്തോടെ, ശ്രുതി. ഇതിലൂടെ ഞാൻ പറയും, ഇതാണ് വേണ്ടത്. കൈതച്ചക്ക ജ്യൂസ് കൊണ്ടത്തരും. പിന്നെ എന്റെ ഏറ്റവും വലിയത് അറിയാമോ? പൈനാപ്പിൾ എനിക്ക് അലർജിയാണ്. അപ്പൊ എന്നെ ഇത് അറിയാവുന്ന ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ പാലുവെള്ളത്തിൽ ഈ ഒരു കത്ത് അവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിയപ്പോഴത്തേനും ഭീഷണിയിലും ഭയങ്കര മനസ്സിലൊരു ശാന്തത ഇത് കിട്ടിയതുകൊണ്ട് പേടിച്ച് ഇവരുടെ പോലെ പോലെ എന്ന് പറഞ്ഞ അവസ്ഥ. അവിടെ അടുത്ത ആള് എനിക്ക് ഇതും കൂടി കലക്കി തരാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് സംഭവം. അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. ഇത് വിസ്പർ ചാലഞ്ച് ആണ്. അതായത് ദിലീപേട്ടന് നമ്മളൊരു ഹെഡ്സെറ്റ് കൊടുക്കും, അത് ദിലീപേട്ടൻ നിൽക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓരോന്ന് ചൂസ് ചെയ്യാം, വിനീതിനും ചൂസ് ചെയ്യാം. എന്നിട്ട് അത് വിസ്പർ ചെയ്യണം. അതായത് ഇപ്പൊ വിനീത് ആണെങ്കിൽ അത് 5 ചാൻസ് ദിലീപേട്ടനെ എടുത്ത് ഗസ് ചെയ്യാം. ദിലീപേട്ടൻ അത് കറക്റ്റായിട്ട് ഗസ് ചെയ്താൽ കുറച്ച് നാരങ്ങ വെള്ളം വിനീതിന് തരും. അതായത് ഉപ്പാണോ പഞ്ചസാരയാണോ മുളക് പൊടിയാണോ എന്ന് ചോദിക്കരുത്. ദിലീപേട്ടൻ തെറ്റിച്ചാൽ ദിലീപേട്ടൻ കുടിക്കും. രണ്ടും ഞാൻ അനുഭവിച്ചോളാം. ദിലീപേട്ട
ഓൾ ദി ബെസ്റ്റ്. നോയിസ് ക്യാൻസലിംഗ് ഹെഡ്സെറ്റ്. റെഡി സ്റ്റഡി ഗോ. മൂന്നര മൂന്നാൻ മൂ പെരക്കി പെരക്കി പറയാൻ പറ്റത്തില്ല. ഇല്ല പറ്റത്തില്ല. അയ്യടാ സിനിമയൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണോ? അയ്യടാ അവസാനത്തെ ചാൻസ്. നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയില് അടുത്തെത്തി. ഭൂതനെ പറഞ്ഞുകൊണ്ടാണ് പൂതനാന്ന് മനസ്സിലായത്. ദിലീപേട്ടനുള്ള ജ്യൂസ് അവിടെ. ദിലീപേട്ടനുള്ള ജ്യൂസ് അവിടെ. ദിലീപേട്ടൻ ജയിക്കുകയും താങ്കൾ തോൽക്കുകയും ചെയ്തതുകൊണ്ട് ഡയറക്ടർ താങ്കൾക്ക് അത് എടുക്കും. ഒരു സ്പൂൺ വെറുതെ എടുത്ത് ഇങ്ങനെ ഡയറക്ടർ കൊടുത്താൽ മതി. ആ കുട്ടി എടുത്ത് കുടിച്ചോളൂ. എന്റെ കൈയൊക്കെ വറപ്പേ. അങ്ങനെ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. ബാക്കിയുള്ളവർക്കും കുടിക്കാനുള്ളതല്ലേ. ഓക്കെ, അടുത്തത് കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ. എന്റെ വീട്ടിൽ വരുമോ? ആഗ്രഹങ്ങളെ. കവിയൂർ പൊന്നമ്മ. കവിയൂർ മനസ്സ്. കവിയൂർ പൊന്നമ്മ. 3. കവിയൂർ. കാവ്യുണ്ട്. കവിയൂർ. കാവ്യുണ്ട്. കവിയുണ്ട്. കവിയുണ്ട്. പൊന്നമ്മ. മോളമ്മ. പൊന്നമ്മ. മുല്ലപ്പന്തല. അത് ആഗ്രഹമുണ്ട്. കഴിഞ്ഞോ? അല്ല കഴിഞ്ഞു. ദിലീപേട്ടന് വേണം ജ്യൂസ് കൊടുക്കാനായിട്ട്. ദിലീപേട്ടൻ കേൾക്കണോ? ഇനി ഒന്ന് പറഞ്ഞേ. കവിയൂർ പൊന്നമ്മ. കൊടുക്കൂടെ? കഷ്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. വിനീത അടുത്തത് ശരിയാക്കിക്കണം. ദിലീപേട്ടനെ കൊണ്ട് പാവം 2 തവണ അടുപ്പിച്ച് കുടിക്കേണ്ട വന്നാത്ത അവസ്ഥ. ഡയറക്ടർ ഞാൻ ദിലീപേട്ടനെ കൊണ്ട് പറയിപ്പിക്കും. അരിപ്പ്. കലിപ്പ്. അഭിനയ സിംഹമേ. മുഖം വെച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ. പക്ഷെ പാവം അവരെ സമ്മതിക്കട്ടെ. അത് കുടിക്കണം. അത് മറന്നുപോയില്ലേ? അത് മറന്നുപോയില്ലേ? ഇവിടാണ് കലിപ്പ്. കുടി. രണ്ട് നോക്കുമ്പോഴേ എനിക്ക് അഭിനയിക്കാൻ അറിയാവുന്നത് ആ കുട്ടി തെളിയിച്ചു. എന്ത് രസമായിട്ട്. കുന്തി ദേവി. കുന്തി ദേവി. കുന്തി. കൊതി. കൊതി. കുന്തി ദേവി. കുന്തി ദേവി. കുന്തി ദേവി. നല്ല പരിപാടിയാണോ? ഞാനുമ്പോഴുള്ള കളിയായിരുന്നു. പോലോ സർക്കസിൽ പോലും ഇങ്ങനെ ഒരു പോക്ക് പോയില്ല. എന്നാലും നിങ്ങളുടെ മനസ്സിലെ നന്മ പുറത്തു വന്നു. കണ്ടോ എന്തൊക്കെ പറഞ്ഞു പോയതിനെ ആൾക്കാരാണെങ്കിൽ. അടുത്ത ആളുടെ മുഖത്ത് വല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല. മുഖത്തുണ്ട് പക്ഷെ ചുമന്നു വരണം. ഓക്കെ, അടുത്ത ആള്. ദിലീപേട്ട ഹെഡ്സെറ്റ് വെക്കൂ. നമ്മുടെ ലാസ്റ്റത്തെ ആള് വെച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. കെയർ ടേക്കർ. ലിപ്പ് വെച്ച് സംസാരിക്കും. അപ്പൊ ഞാനത് കൊടുക്കേണ്ടി വരും. കെയർ ടേക്കർ. രണ്ട് പേരാണ്. കെയർ ടേക്കർ. ജന. കെയർ ടേക്കർ. ടേക്കർ. ലിപ്പ് ഞാനേ ലിപ്പ്
കളത്തിനും പറ്റത്തില്ല. കെയർ വരട്ടെ, കണ്ടിന്യൂ. കെയർ. അല്ല ദിലീപേട്ട കൊച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല, ബാക്കി എനിക്കറിയാം. അതുകൊണ്ടല്ല, ദിലീപേട്ടൻ അത് കഴിഞ്ഞത് പറഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് കൊച്ചിന് പറ്റാത്തെന്ന് ചുണ്ടരക്കാൻ. ഒന്നുകൂടെ പറയാം. കെയർ. കഴിഞ്ഞില്ലേ, ചാൻസ് കഴിഞ്ഞില്ലേ. ഒന്നും പറയാൻ പറ്റില്ല. ഇനി ദിലീപേട്ടനെ ഒന്ന് പറഞ്ഞു രക്ഷയില്ല. ഇനി അത് എന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ചുണ്ടടക്കാൻ പറ്റും. കെയർ ടേക്കർ. ഇവിടെ ചുണ്ട എങ്ങനെയാണ് കെയർ ടേക്കർ. ഇനിയിപ്പോ ഇത്രയും നേരം അല്ല കുടിച്ചിട്ടേ ഉള്ളു, വെള്ളം കുടിച്ചിട്ടേ ഉള്ളു. ദിലീപേട്ടനാ സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ? നാരങ്ങാവെള്ളം കുടിക്കാതിരിക്കാൻ മനഃപൂർവ്വം ചെയ്താണ് ദിലീപേട്ടനോട് ക്രൂരത. ഇനി വിനീത് ഒരു ചെവിയിൽ വെക്കുന്നു, ദിലീപേട്ടൻ ഒരു ഒന്ന് എടുത്തു പറയുന്നു. ദിലീപേട്ടൻ പാവമായോണ്ട് വേറെ ജനപ്രിയ. ഭയങ്കര ഈസി ആയി പോയി. മൊത്തത്തിൽ ഗ്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നായിരുന്നു. ശരിക്കും മതിയായിരുന്നു. ഈസിയായ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം. ലോകത്തെവിടെയും അവസരങ്ങൾ നേടൂ. ഫിൻപ്രൂവ് നൽകുന്ന ഈസി ടു ലേൺ അക്കൗണ്ടിംഗ് കോഴ്സുകളോടൊപ്പം.